പ്രിയ പ്രേക്ഷകരെ, രാജ്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ നിറവിലാണ്. നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. 2047ഓടെ വികസിത ഭാരതം എന്ന ആശയം പൂർത്തിയാക്കുമെന്ന ഉറപ്പോടെയാണ് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പൂർത്തിയാക്കിയത്. അനൂപ് ദാസ് ചേരുന്നു വിശദവിവരങ്ങളുമായി. അനൂപ് ദാസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രസംഗത്തിന്റെ സംക്ഷിപ്ത രൂപം എന്താണ്? ആത്മനിർഭർ ഭാരതിൽ ഉറച്ചു നിന്നുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ട 1 മണിക്കൂർ 45 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ അദ്ദേഹം തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്ത്യയിലെ കർഷകരെ, ഒപ്പം തന്നെ മറ്റ് ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാവരെയും സംരക്ഷിച്ചു നിർത്തും എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. പല പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നടത്തി. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ വരുന്ന ദീപാവലി സമയത്ത് GSTയിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാവും. ദൈനംദിനം ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ നികുതി കുറയ്ക്കുമെന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തി. അതൊരു ദീപാവലി സമ്മാനമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്തേത് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതിയാണ്. സ്വകാര്യ മേഖലയിൽ തൊഴിലിന് ചേരുന്ന യുവതീ-യുവാക്കൾക്ക് 15,000 രൂപ കേന്ദ്ര സർക്കാർ നൽകും. 3.5 കോടി യുവജനങ്ങൾക്ക് ഗുണമുണ്ടാവുന്ന ഈ പദ്ധതിക്ക് വേണ്ടി 1 ലക്ഷം കോടി രൂപ മാറ്റിവെച്ചു. ഇന്നു മുതൽ പദ്ധതി നിലവിൽ വന്നുവെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മറ്റൊന്ന് സുദർശൻ ചക്ര മിഷനാണ്. അതായത് ഇന്ത്യക്കാരെ സംരക്ഷിക്കാനും അത് ഇന്ത്യയുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മിഷനാണ്. അത് ശക്തമായി അതുമായി മുന്നോട്ട് പോകും. മാത്രമല്ല, ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധനങ്ങൾ ചെറിയ വിലയിൽ ഗുണനിലവാരത്തോടു കൂടി ഇന്ത്യയിൽ നിർമ്മിക്കാൻ പറ്റുന്ന സമയമാണിത്. യുവജനങ്ങൾ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങണം. മാത്രവുമല്ല, നമ്മുടെ ഇന്ത്യയുടെ മാത്രം ഒരു ബഹിരാകാശ സ്റ്റേഷൻ സ്ഥാപിക്കാൻ പോവുകയാണ്. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതായത് നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ പരിശോധിച്ചാൽ അമേരിക്കയുമായിട്ടുള്ള ഒരു വാണിജ്യ യുദ്ധം എന്ന നിലയിൽ പറയാൻ കഴിയുന്ന നിലയിലൊരു സാഹചര്യം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളർന്നു വന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും കർഷകരെയും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളെയും എല്ലാം സംരക്ഷിച്ചു നിർത്തും. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിന്, ഇന്ത്യ വളരുന്നതിന് 2047 ആകുമ്പോഴത്തേക്ക് ഇന്ത്യ വികസിത രാജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മിഷൻ സുദർശൻ ചക്രയെ കുറിച്ചും ഒക്കെ പ്രധാനമന്ത്രി വാചാലനായിരുന്നല്ലോ. അതെ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ വലിയ അഭിമാനം കൊള്ളുന്നു. ധീര ജവാന്മാർക്ക് സല്യൂട്ട് നൽകുകയാണ് ഈ ഘട്ടത്തിൽ. മാത്രവുമല്ല, ഇന്ത്യ എന്ത് എന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല, വളരെ ശക്തമായ മറുപടി, മതത്തിന്റെ പേരിൽ സഞ്ചാരികളെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയവർക്ക് തക്കതായ മറുപടി നൽകുകയും അവരെ പിന്തുണച്ചവർക്കും മറുപടി നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആത്മനിർഭർ ഭാരതിന്റെ വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെയും വിജയം എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു.